നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എഫ് എ കപ്പിൻ്റെ ഫൈനലിൽ ഇന്നലെ ഏകപക്ഷീയമായ ഒരു ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയെ പരാജയപ്പെടുത്തിയല്ലോ. അതോടുകൂടി പെപ് ഗാർഡിയോളയുടെ കീഴിൽ എത്ര കിരീടങ്ങളാണ് സിറ്റി നേടിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ കമൻ്റ് ഇട്. ഇന്നലത്തെ മത്സരം സെമന്യോയുടെ ഒറ്റ ഗോളിനാണ് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു കയറുന്നത്. കളിയിൽ സിറ്റിയുടെ നീക്കങ്ങൾ നയിച്ചുകൊണ്ട് ഏർലിംഗ് ഹാലൻഡും സെമന്യോയും മർമോഷും ഡോക്കുവും ഒക്കെ ഒരുമിച്ച് അണിനിരന്നു. മറുഭാഗത്ത് ജാവോ പെഡ്രോ, എൻസോ ഫെർണാണ്ടസ്, കോൾ പാൽമറൊക്കെ ചേർന്നുകൊണ്ടാണ് ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിക്കിടെ ജാവോ പെഡ്രോക്ക് പരിക്ക് പറ്റിയത് ബ്രസീലിന് ഒരു ആശങ്കയായി മാറിയിട്ടുണ്ട്. നാളെ ബ്രസീൽ ടീം പ്രഖ്യാപിക്കുമ്പോൾ ജാവോ പെഡ്രോ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയാം. ഏതായാലും കളിയുടെ 71-ാമത്തെ മിനിറ്റിൽ സെമന്യോ നേടിയ ഗോളിനാണ് മാഞ്ചസ്റ്റർ സിറ്റി വിജയിക്കുന്നതും ഈ കപ്പ് സ്വന്തമാക്കുന്നതും. ഇതോടുകൂടി എത്ര കിരീടങ്ങളായി പെപ്പിൻ്റെ കീഴിൽ സിറ്റിക്ക്? കൃത്യമായി പറയാം, 20 കിരീടങ്ങളായി. വാവ്, 20 കിരീടങ്ങൾ. മാഞ്ചസ്റ്റർ സിറ്റിയിലെ തൻ്റെ 10 വർഷങ്ങൾക്കിടയിൽ 20 കിരീടങ്ങളാണ് അവർക്കായി പെപ് ഗാർഡിയോള നേടിക്കൊടുത്തിരിക്കുന്നത്. ഒരു ചാമ്പ്യൻസ് ലീഗ്, 6 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ, 5 ലീഗ് കപ്പുകൾ, മൂന്നാമത്തെ എഫ് എ കപ്പാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്, 3 കമ്മ്യൂണിറ്റി ഷീൽഡുകൾ, ഒരു യുവേഫ സൂപ്പർ കപ്പ് കിരീടം, ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം. അത് പഴയ ഫോർമാറ്റിലുള്ള ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ്. ഏതായാലും സിറ്റിയിൽ കിരീടങ്ങൾ ചൂടിക്കൊണ്ടങ്ങ് വല്ലാത്ത ഉയരത്തിലേക്ക് പറക്കുകയാണ് പെപ് ഗാർഡിയോള ചെയ്തത്. സീസണിന് ശേഷം അവിടെ തുടരുമോ? അത് പെപ്പിൻ്റെ തീരുമാനമാണെന്ന് ക്ലബ്ബ് നേരത്തെ പറഞ്ഞതാണ്. സോ പെപ്പ് എന്ത് തീരുമാനിക്കും? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.